ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിതാ നോക്കിയിടുന്നു. ശുദ്ധരായി തീർന്നവർ യേശുവിൻ തങ്കരുധീരത്തിൻ ശക്തിയാലേ.
ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോടെൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീളം മാത്രം മതി. എനിക്കെന്തു സുഖം തേജസ്സേറും കേരുവികൾ കൂടാരത്തിനകത്തുണ്ട്. ശക്തനായുമുണ്ടവിടെ ഭക്തന്മാരാം സഹോദരർ വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്, മേശമേലെന്നപ്പം ഉണ്ട്. പ്രാകാരത്തിലെന്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നും എന്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള പിച്ചള തൊട്ടിയുണ്ട്.
മുഖത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഗംഭീരവാരീതിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യവീടുന്നുണ്ടവിടെയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി.
പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. We request Brother Johnson. Brothers and sisters, we are going to have a very short service here. We spend enough time there in remembering Chinamama, hearing from the Word of God, singing, praying and praising God. So we are going to have a very short service here, and I would ask Brother Johnson John to kindly lead us in prayer. Let's pray. Our loving Father, we are so thankful to you for all your mercies in our life. Many, many mercies, O God our Father. We thank you for the greatest of all the mercies, that according to your great mercy you caused us to be born again to a living hope through the resurrection of our Lord Jesus Christ from the dead, to receive an inheritance which never will fade or decay or destroyed, kept in heaven for us. Father, with that hope in our heart, we have come here with the body of our dear sister, Chinamama, to commit this body to you, O Lord, and to this earth, expecting to be raised again according to your word. So we thank you for our blessed Lord Jesus Christ, who bore our sins, who died in our place, rose again from the dead, given us that great hope beyond death and grave. We thank you for our sister Chinamama's life, Lord. We thank you for the testimony, all that you have done in her life. We thank you for the family. Thank you for all that blessings you have showered. We pray for son and brother, Lord, and we pray for Jean and Benson. We pray for Jody and Jacob and their children, and the extended family, that your grace may strengthen them, your peace may comfort them. We pray for your servant as he's going to lead this service, give him the grace he needs. We commit all these things to you, asking for your blessings with all thanksgiving in the name of our Lord Jesus. Amen. We are about to deliver the mortal remains of Chinamama to the earth. You know, in no other faith, body is important.
But in Christian faith, body is very, very important. In some other religions, the moment they die, they just bury them. They don't keep the body. They don't respect the body. You know what the reason is? The Bible talks about the transformation and glorification and redemption of the body. It is only Christianity or Christian teaching that lays emphasis on the importance of the body. In all other religions, once they die, body is not important. They say the spirit is released and the body is like a cage from which the bird has flown away. But in the Bible, the body is also very important because in God's plan of redemption, there is a plan for the redemption of the body also. That is why we give so much respect to the body. Though the person is gone, we still respect the body. With all respect, we bury the mortal remains of the person because of the faith that God has prepared redemption for the body also. And one day, the body will be transformed at the coming of the Lord, glorified and redeemed in its full sense. And we are just about to deliver this body to the earth. I want to read just one passage that talks about resurrection. Paul's letter to Corinthians, 1 Corinthians chapter 15. In fact, the whole chapter is on resurrection, but we will just read from verses 51 to 58 only. 1 Corinthians chapter 15, verses 51 to 58. Behold, I shew you a mystery. We shall not all sleep, but we shall all be changed. In a moment, in the twinkling of an eye, at the last trump, for the trumpet shall sound, and the dead shall be raised incorruptible, and we shall be changed. For this corruptible must put on incorruption, and this mortal must put on immortality. So when this corruptible shall have put on incorruption, and this mortal shall have put on immortality, then shall be brought to pass the saying that is written, Death is swallowed up in victory. O death, where is thy sting? O grave, where is thy victory? The sting of death is sin, and the strength of sin is the law. But thanks be to God, which giveth us the victory through our Lord Jesus Christ. Therefore, my beloved brethren, be ye steadfast, unmovable, always abounding in the work of the Lord. For as much as ye know that your labor is not in vain in the Lord. As we considered earlier, this passage also talks about two kinds of believers. The first group of believers, we who are alive. Paul says, we shall not all sleep, but we shall be changed. So there is one group of people who will never die. The world will never understand that. The world says once born, you will surely die. But the Bible says you don't have to die. If the Lord comes at this time, all of us who are saved, God's children, standing here, we will not see death. It says, we shall not all sleep. So the gospel of our Lord Jesus Christ created a new race of people who will never die. Have you thought about that? The death of the Lord Jesus created a new group of people, a new race in humanity, a group of people who will never die. Those who have trusted in the Lord Jesus Christ. And what will happen to them? They shall be changed. We will be transformed. Even as we are alive, we will be caught up, as we read from 1 Thessalonians. Then what is the other group to which Chinamama belongs? It says in verse 52, in a moment, in the twinkling of an eye, at the last trump, for the trumpet shall sound, and the dead shall be raised incorruptible, and we shall be changed. We already talked about the living ones. Now what about the dead believers? It says, in the twinkling of an eye, the dead shall be raised incorruptible. It is with that great hope that we are now burying the mortal remains of Chinamama. In the twinkling of an eye, when the Lord Jesus returns, she is going to be resurrected in an incorruptible way. This body is going to join the earth,
it will sting, it will become nothing, it will become dust. But when the Lord comes, this body will be resurrected incorruptible, never to die. No more suffering, no more pain, no more medicine, no more hospitalization, none of all that. This body is going to be resurrected in an incorruptible, glorious way. It says, this corruptible must put on incorruption, and this mortal must put on immortality. What a great truth that is. And then comes that great challenge in the scripture. O death, where is thy sting? O grave, where is thy victory? O death, you thought you can put an end to us. But here is a challenge. You cannot put an end to us. Though it is a temporary end to the life of our dear ones, they are going to be raised up. They are going to be resurrected. So death, you have no power. You can put us down in the grave only for a short while. That is only a temporary victory, the final victory, the final say. The final word belongs to our Lord. When He sounds His trumpet, all the bodies resting in the dust are going to be resurrected. And then how does Paul conclude that? He says, thanks be to God, which giveth us the victory through our Lord Jesus Christ. And then in the last verse, there is an instruction to us who are alive. What is that instruction? Therefore means in the light of all that is being said, in the light of all the truth stated above, my beloved brethren, be ye steadfast. What does that mean? Stand strong in your faith. That's instruction God gives us at this time. We talked about the resurrection, that God will take care of that. But what about us who are standing here? What shall we do now? The Bible says you stand strong in your faith. You stand faithful to God. Don't move from your place. Stand firm. And then be steadfast, unmovable, always abounding in the work of the Lord. We heard that Chinnamama was involved in the work of the Lord, in serving God's people, in cooking for them, serving them, giving them money. But she can't do it anymore. Her time is over. But what about us? We can still do that. We can still cook. We can still serve. We can still help. We can still show kindness. And therefore it says, abound in the work of the Lord. Whatever the Lord has entrusted each brother, each sister, each young child, let us do that. Whatever we have been entrusted with, let us abound in the work of the Lord. That means let us do that more and more. For as much as you know that your labor is not in vain in the Lord. Labor for the Lord, knowing that your labor is not in vain. There is a verse in Hebrews 6 and verse 10, very encouraging verse. It says, for God is not unrighteous to forget your work and labor of love, which ye have shewed toward His name, in that ye have ministered to the saints and do minister. Even a cup of water that is given because of your love for the Lord Jesus will be rewarded on that day. That verse says, God is not unrighteous to forget even the smallest thing we have done in His name. So, as we depart from this place, what is the message that God gives us? You keep going strong. Keep on doing good things. Abound in it, because there's going to be a day when the Lord comes and He will reward us. He's going to reward Chinnamama for all the good things she did. She may not have preached from a pulpit, but there are many things that she did. The prayers that she offered, as we heard earlier, an hour and a half, praying for so many people. And she blessed people through her prayers, through her giving, through her love, through her talk, through her words. And the Lord is going to reward her for all that she has done. He will not forget even one. And that is going to be true of all of us. Whatever we do, invisibly, that means behind the curtain. Others have not seen that. They have not known that. You know, many things that sisters do, people don't know. But I want to encourage everyone here. Let us do all that we can. We read of Mary, who anointed the feet of the Lord Jesus. She had done what she could. The Lord does not expect us to do what we cannot do. Chinnamama has done what she could. May that be told of every one of us. He had done, or she had done, what she or he could do. With these words,
we will deliver this body, this mortal remains to the earth, with this great hope that when the Lord comes, those who are alive, those who have put their trust in Christ, whose sins are forgiven, they will be transformed, and those who are sleeping in the dust will be resurrected, will be transformed, and we shall always be with the Lord in the glorified bodies. What a great hope. With this hope shall we conclude this service here, and may all glory and honor be ascribed to the name of our Lord Jesus Christ, who made it possible, who gave us this hope because of his death and pain and cry on the cross, my God, why hast thou forsaken me? May his name be glorified. കർത്തൃകാഹളം യുഗാന്തകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ സ്വാർത്ഥരെ രക്ഷപ്പെട്ടോരക്കര കൂടിയാകർഷി പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരെ ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തുന്ന ഭക്തഭാവനീയാശമപ്പുറം കുടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും. Shall we bow our heads and our hearts for prayer and benediction? O God, our Heavenly Father, standing at this grave, we thank Thee for Thy Son, our Savior and Lord Jesus Christ, who has given us this wonderful hope of resurrection because of His death and resurrection. O God, we thank Thee for loving us and saving us, opening our blind eyes to see Thee as our Savior, to be redeemed. And we thank Thee for the truth that even our bodies are going to experience a tremendous resurrection, a tremendous redemption. We thank Thee, Lord, for the life of Chinnamama, all that she could do for Thee. Thank Thee, Lord, for saving her, giving her this hope. Thank Thee for Sanichan and all the family members and all that Thou didst accomplish through that life in these long years. We now bow before Thee in worship and in adoration. We bow before Thy sovereignty. We bow before Thy goodness and Thy faithfulness. We thank You, Lord, for all the help and the blessing that You gave her in her life, and also in the service we had yesterday and today. Thy presence was with us. Thank Thee, Lord, for the songs of hope that we could sing. And now, Lord, with great joy, though there is sorrow in our hearts, with great faith, we now deliver these mortal remains to the dust. We thank Thee for Thy word that we just read, that when the trumpet shall sound, when Thou wilt come back in the midair, those who are dead in Christ are going to be resurrected. They're going to be transformed. And we who are alive also will be transformed. And we are going to be with the Lord forever and ever. And Thy word says, comfort one another with these words. Lord, let us comfort ourselves with these words. And we also thank Thee for the words of exhortation You gave us to stand fast and to abound in the work of the Lord, because we are still living in present tense. We are still in the group of the living. And Lord, help each one of us that we may be able to live lives that are pleasing unto Thee, and may it be said of each one of us that he or she hath done what she or he could do. We thank You for all Your blessings, all Your help so far. With this great hope, we conclude this service here. We give You all the glory and honor in the name of our Lord Jesus Christ. Amen. In the sweet by and by, we shall meet on the beautiful shore. In the sweet by and by, we shall meet on that beautiful shore. And now may the grace of our Lord Jesus Christ,
the love of God the Father, and the comfort and communion of the Holy Spirit be with us all, and especially with the family of Sanichad and all those who are sorrowing, for now and for evermore. Amen. അക്കരെ നാട്ടിലെ നിത്യഭവനമതെത്രയോ മോഹനമേ, അക്കരെ നാട്ടിലെ നിത്യഭവനമതെത്രയോ മോഹനമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമതെത്രയോ ആനന്ദമേ. കണ്ണുനീരില്ലൊരു കഷ്ടവുമില്ലൊരു ദുഃഖവുമില്ലവിടെ, കണ്ണുനീരില്ലൊരു കഷ്ടവുമില്ലൊരു ദുഃഖവുമില്ലവിടെ, രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ലവിടെ, രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ലവിടെ. അക്കരെ നാട്ടിലെ നിത്യഭവനമതെത്രയോ മോഹനമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമതെത്രയോ ആനന്ദമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമതെത്രയോ ആനന്ദമേ. മഞ്ഞിലൻ ജീവിതം കഷ്ടമാണെങ്കിലും ദുഃഖമെനിക്കില്ലല്ലോ, മഞ്ഞിലൻ ജീവിതം കഷ്ടമാണെങ്കിലും ദുഃഖമെനിക്കില്ലല്ലോ, വെണ്ണിലെ ജീവിതമോർത്തിടും നേരമെൻ മാനസം മോദിക്കുന്നേ, വെണ്ണിലെ ജീവിതമോർത്തിടും നേരമെൻ മാനസം മോദിക്കുന്നേ. ദൈവവുമുണ്ടെല്ലാ ദൂതരുമുണ്ടെല്ലാ ശുദ്ധരുമുണ്ടവിടെ, ദൈവവുമുണ്ടെല്ലാ ദൂതരുമുണ്ടെല്ലാ ശുദ്ധരുമുണ്ടവിടെ, ത്യാഗം സഹിച്ചു തൻ ജീവൻ കൊടുത്തതാം ശിഷ്യരുമുണ്ടവിടെ, ത്യാഗം സഹിച്ചു തൻ ജീവൻ കൊടുത്തതാം ശിഷ്യരുമുണ്ടവിടെ. അക്കരെ നാട്ടിലെ നിത്യഭവനമതെത്രയോ മോഹനമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമതെത്രയോ ആനന്ദമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമതെത്രയോ ആനന്ദമേ. സൂര്യനും ചന്ദ്രനും നക്ഷത്രമൊന്നുമേ വേണ്ട എനിക്കവിടെ, സൂര്യനും ചന്ദ്രനും നക്ഷത്രമൊന്നുമേ വേണ്ട എനിക്കവിടെ, ദൈവ കുഞ്ഞാടാകും ക്രിസ്തുവിൻ തേജസ്സാൽ മിന്നി വിളങ്ങിടുമേ, ദൈവ കുഞ്ഞാടാകും ക്രിസ്തുവിൻ തേജസ്സാൽ മിന്നി വിളങ്ങിടുമേ. മുത്തിനാൽ നിർമ്മിതമായ പൂരത്തിലേക്കെത്തിടാൻ ഓടിടുന്നേ, മുത്തിനാൽ നിർമ്മിതമായ പൂരത്തിലേക്കെത്തിടാൻ ഓടിടുന്നേ. പ്രത്യാശ നാടിനെ കാണുവാൻ എന്നുള്ളിൽ അത്യാശയേറിടുന്നേ, പ്രത്യാശ നാടിനെ കാണുവാൻ എന്നുള്ളിൽ അത്യാശയേറിടുന്നേ. അക്കരെ നാട്ടിലെ നിത്യഭവനമതെത്രയോ മോഹനമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമതെത്രയോ ആനന്ദമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമതെത്രയോ ആനന്ദമേ. Ladies and gentlemen, at this time I invite everybody to cast your flowers into the grave.